ഹായ്, ഐ ആം പ്രിൻറ്റോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ ഡിക്കാത്തലോണ്ട് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയണ്ടേ, ഒരു ചെറിയ സർപ്രൈസ് വെച്ചാലോ. കുറേ നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം മേടിച്ചതാണ്. രാത്രി സമയം ഒരു 8 മണിയായി. അപ്പോൾ ഞാൻ ജോലിക്ക് പോയതായിരുന്നു. അപ്പോൾ ഓടി പിടിച്ചത് കാണാൻ വേണ്ടി ഓടി പിടിച്ച് തിരിച്ചു വന്നതാണ്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ മനസ്സിൽ തോന്നുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടോ ഇത് എന്താ സാധനമായിരിക്കും എന്നുള്ളത്? എന്താ ആകാംക്ഷ? നമ്മളെ കല്യാണത്തിൽ എത്ര ആകാംക്ഷ ഉണ്ടോന്ന് എനിക്ക് സംശയമായിരുന്നു. ഇതെന്താണ്? ഇതൊക്കെ എന്ത്? ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് പണ്ടത്തെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മള് സ്റ്റീം വെച്ച് ഓടുന്ന ട്രെയിനില്ലേ, മെയിൻ ആയിട്ട് നമുക്ക് പൊട്ടിക്കാം. എന്തോ ഓറഞ്ച് നിറത്തിലൊക്കെ കാണുന്നുണ്ട്. കനമുള്ള സാധനം. ഞാൻ വന്നോ? എന്താ ബാഗ്? ഇൻഫ്ലേറ്റബിൾ 3 പേഴ്സൺ കയാക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡെലിവറി കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെ തന്നെ, ഇപ്പോൾ സമയം ഞാൻ ഓൾറെഡി പറഞ്ഞ സമയം 8:15. നാളെ രാവിലെ 6 മണിക്ക് ഒരു കയാക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ തുറന്നിട്ടുണ്ടെങ്കിൽ രാത്രി ഇത് മൊത്തം ഫോൾഡ് ചെയ്ത് ബാഗിൽ വെക്കണമെങ്കിൽ പണിയായിരിക്കും. അപ്പോൾ രാവിലെ നേരം വെളുത്തിട്ട് നമുക്ക് കയാക്കിംഗ് ചെയ്യാനുള്ള സ്പോട്ടിൽ എത്തിയിട്ട് തുറക്കുക, എയർ അടിക്കുക, കയാക്ക് ചെയ്യുക. അതിൻ്റെ റിവ്യൂ എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നാളെ രാവിലെ കാണാം. കയാക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി വണ്ടി എടുത്ത് രാവിലെ തന്നെ പോകണം കയാക്ക് ചെയ്യാനായിട്ട്. അവൾ രാവിലെ ജിമ്മിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. കയാക്ക് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇന്നലെ കിടന്ന് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ആയിട്ടുണ്ടായിരുന്നു. കയാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാവിലെ 6:30 ആയി. അപ്പോൾ സൂര്യൻ വരുന്നതിന് മുമ്പ് നമുക്ക് പോയി കയാക്കൊക്കെ ചെയ്ത് സാധനമൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫുൾ റിവ്യൂ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള സാധനം നമ്മുടെ ചെറിയ ബാഗിൻ്റെ അകത്ത് ബൈനോക്കുലർ, പിന്നെ നമ്മുടെ ക്യാമറയുടെ ചെറിയ ആക്സറീസ്, ഒരു കുപ്പി വെള്ളം, ട്രൈപോഡ്, ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട, വെള്ളം, ചായ ഉണ്ടാക്കാനുള്ള ഇതിൻ്റെ അകത്ത് നൂഡിൽസ്, നമ്മുടെ ഗ്യാസ്, പാത്രം, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ കയാക്ക്, പിന്നെ കാറ്റടിക്കാനുള്ള പമ്പ്, അത് തുഴയാനുള്ള ഓരോ ഓറും കൂടെ ഉണ്ട് ഇതിൻ്റെ അത് 3 പേഴ്സൺ കയാക്ക് ആയതുകൊണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തപ്പോൾ സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി ഡെക്കിയതിലും സ്റ്റോറിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് മേടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ കണ്ടിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങ് പോയേക്കാം. ഓക്കെ, ബൈ. ഫ്രണ്ട്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇന്ത്യക്കകത്തേക്ക് കഷ്ടപ്പെടുവോ? ഫസ്റ്റ് സൺറൂഫ് ദുരന്തമാവുമോ? അപ്പോൾ കുറേ ആഴ്ചയായി ഞാൻ പറയുന്നു നമ്മുടെ വാച്ചിനെ പറ്റി പറയാം, വാച്ചിൻ്റെ റിവ്യൂ പറയാൻ നിങ്ങളെ പറ്റിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവർ വരുന്നോടം വരെയുള്ള സമയമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആംഫിറ്റിൻ്റെ ടീറെക്സ് എന്ന് പറഞ്ഞ മോഡലാണ്. ഞാൻ മേടിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റിലത്തെ ഇതിൻ്റെ ലുക്ക് കണ്ടിട്ടാണ്. ഞാൻ ആദ്യമായി സ്മാർട്ട് വാച്ചിലോട്ട് പോകാത്തതെന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള ഒരു സ്മാർട്ട് വാച്ചും ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മാർട്ട് വാച്ചിൻ്റെ സാംസങ് ആപ്പിൾ വാച്ചിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസമാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുക. പിന്നെ അതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണ കാര്യം ഓർക്കുമ്പോൾ അവർ വന്നില്ലല്ലോ, ബാറ്ററി റീപ്ലേസ് ചെയ്യണം. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഡ്രോൺ, ഫോൺ, ആക്ഷൻ ക്യാമറ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാറ്ററിയൊക്കെ മാറണം, വലിയൊരു തലവേദനയാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിനോടൊന്നും സ്മാർട്ട് വാച്ച് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഫോണിൽ തന്നെ എല്ലാം അറിയാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഗാർമിൻ്റെ വാച്ചുകൾ ഇറങ്ങുന്നുണ്ട്. അത് ഏകദേശം G-Shockൻ്റെ ഒരു ഭംഗിയിലേക്കാണ് അതും വരുന്നത്. പക്ഷേ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ ആംഫിറ്റിൻ്റെ ടീറെക്സ് എന്ന് പറഞ്ഞ മോഡല് നമുക്കിപ്പോൾ വലിയ റേറ്റും ഇല്ല. 15,000 രൂപയാണ് ഓൺലൈൻ പ്രൈസ് കിടക്കണേ. അത് നമുക്കൊരു 10,000 രൂപയ്ക്ക് ആണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ പ്രൈസിങ് കുഴപ്പമില്ല. കാണാൻ G-Shockൻ്റെ പോലെ തന്നെ ലുക്കും ഉണ്ട്, നല്ല കളറും ഉണ്ട്, പല കളേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ് ആണ്. അപ്പോൾ നമുക്കിത് വെള്ളത്തിലിടാം, ഓടാൻ, ചാടാൻ, എല്ലാ പ്രോഗ്രാംസും ഇതിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണിക്കും, വൈബ്രേഷൻ വരും, കോൾ നോട്ടിഫിക്കേഷൻ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എനിക്കൊരു 3-4 ദിവസത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഇതിൻ്റെ ലോ ബാറ്ററി കാണിക്കുമ്പോൾ മാത്രമേ ഞാനത് ചാർജ് ചെയ്യാൻ ഇടാറുള്ളൂ.
അപ്പോൾ അത് ലോ ബാറ്ററി കാണിക്കുമ്പോൾ തന്നെ ഇപ്പോൾ രാവിലെ കാണിച്ചാൽ സുഖമായിട്ട് ഒരു ദിവസം കിട്ടും ലോ ബാറ്ററി കാണിച്ചു കഴിഞ്ഞാൽ തന്നെ. വൈബ്രേഷൻ മോഡും എല്ലാം ഓൺ ആക്കിയിട്ടതിന് ശേഷമാണ്, അത് ഹാർട്ട് റേറ്റ് സെൻസറും GPS എല്ലാം ഓൺ ആക്കിയിട്ടതിന് ശേഷമാണ് നമുക്ക് ഇത്രയും ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടുക. ഇപ്പോൾ GPS ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്ഡോർ സൈക്ലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ്, കാരണം കണ്ടിന്യൂസ് GPS ഓണാണ്, ഡിസ്പ്ലേ ഓണാണ്. അപ്പോൾ കുറച്ച് ബാക്കപ്പ് ഒരു എത്ര നമ്മളിപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബാറ്ററി അത്രേ കിട്ടുള്ളൂ. അതല്ല നോർമൽ യൂസ്, നമ്മൾ അത്യാവശ്യം ഫോൺ കോള് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 3-4 ദിവസം സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇതൊരു പ്ലസ് പോയിൻ്റാണ്. അവർ 20 ദിവസമാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. പിന്നെ നമ്മൾ GPSും ഹാർട്ട് റേറ്റൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 60 ദിവസമാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ലുക്കും എല്ലാം കൂടെ കണ്ടതും കേട്ടതും കൊണ്ട് ഭയങ്കര ഇതുമായിട്ട് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര അട്രാക്ഷൻ വന്നു. പിന്നെ ഇതിൻ്റെ ഒരു സാധാരണ സ്മാർട്ട് വാച്ച് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഇല്ലാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മൈക്കില്ല, സ്പീക്കറില്ല. അപ്പോൾ ഇതിൽ കോൾ എടുക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. കോൾ നമുക്ക് ആൻസർ ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മ്യൂട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൊബൈൽ ഫോൺ അധികം കോൾ ഞാൻ എടുക്കാറില്ല. എനിക്കധികം കോൾ വരാറുമില്ല. കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം ഫോൺ സൈലൻറ്റ് മോഡിലായിരിക്കും. അതുകൊണ്ടാണ് പല ആൾക്കാർ ഞാൻ നമ്പർ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതിരിക്കുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലിങ്ക് ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ പോകുന്ന ലൊക്കേഷനും കാര്യങ്ങളും എന്നെപ്പറ്റി കൂടുതൽ അറിയണേ, എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കാണുമ്പോൾ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് നോക്കി ഞാൻ അതിൽ റിപ്ലൈ തരും. എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ അത്തരം മോശം കമൻറ്റ് ഇടുന്നവർക്ക് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാതിരിക്കാറുള്ളൂ. പിന്നെ നമ്മുടെ വാച്ചിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് GPS ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സൈക്ലിംഗ് ഒക്കെ ഔട്ട്ഡോർ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്, സ്ലീപ്പ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ പ്ലാസ്റ്റിക് ആണ്. ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ചാർജറാണ്. അപ്പം നമ്മുടെ ബാക്കിയുള്ള ഗ്യാങ് എത്തിയിട്ടുണ്ട്. സ്റ്റാൻഡപ്പ് പാഡിലോട്ടാണ് അവരെത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ വാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടോ? ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ യൂസർ എക്സ്പീരിയൻസ് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എവിടെ പോകുമ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കയ്യിൽ നിന്ന് ഊരാറില്ല, ഫുൾ ടൈം കെട്ടിയിട്ടാണ് നടക്കാറ്. ക്വാളിറ്റിയൊക്കെ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫിന്ന് റിലീസാണെങ്കിലും ഇവിടുത്തെ ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് വലിച്ചെടുക്കാം. സിമ്പിളായിട്ടുള്ള മെക്കാനിസമാണ്. ഇപ്പോൾ ഫസ്റ്റിൽ താഴത്തെ ചേമ്പറിൽ നമ്മൾ എയർ അടിച്ചു. പിന്നെ 2 സൈഡ് വാള് അതിൽ എയർ അടിച്ചു. പിന്നെ സീറ്റിൻ്റെ അടിയിൽ ഒരെണ്ണമുണ്ട് എയർ അടിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സുഖമായിട്ട് ചാരി ഇരിക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്തൊക്കെ ചാരൊക്കെ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 3 സീറ്റ് വരുന്നുണ്ട്. 3 പേഴ്സൺ കയാക്കാണത്. ഇതിൻ്റെ കളർ കൊണ്ടും എല്ലാം കൊണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പമ്പ് വഴി എത്ര നേരം കാറ്റ് അടിക്കണം എന്നുള്ളായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എയർ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റി. വെർജിനിറ്റി അങ്ങനെ ലോസ് ആകാൻ പോവാണ്. തെന്നി വീഴാണ്ട് നോക്കിയാൽ മതി. തെന്നി വീഴരുത്, ആദ്യം ഒരാൾ അങ്ങ് ഇറങ്ങിക്കോ. സംഭവം കൊള്ളാട്ടോ, അടിപൊളി. ഇതിന് നല്ല സ്പീഡുണ്ട് കേട്ടോ. ബ്രേക്ക് ഫ്രണ്ടിൽ നിന്ന് മാറിക്കും. ഞങ്ങൾ ടൈറ്റാനിക് പോലെ വരുന്നത്. അങ്ങോട്ട് ഇതേ വള്ളം കിടക്കണോ? എനിക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് വള്ളം അല്ലെങ്കിൽ അതൊക്കെ. ഡോക്ടറെ എത്ര പേര് വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് 2 വള്ളമൊക്കെ അവിടെ കിടപ്പുണ്ട്. ഉപേക്ഷിച്ച് പോയതാന്ന് തോന്നുന്നു. കാട്ടുപോത്ത് അതിൻ്റെ സൗകര്യ വിഹാരമായ കേന്ദ്രത്തിൽ നമ്മൾ രാവിലെ ഒന്ന് ശല്യം ചെയ്യാനായിട്ട്. അല്ല, വള്ളം ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. ഇതേ കിടക്കുന്നത് അവിടെ ഒരു വള്ളം. ചേട്ടൻ ഉടക്കുവാലി ഇടുന്നുണ്ട്. ക്രോസ് ആകാണ്ടിരുന്നാൽ മതിയായിരുന്നു.
പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൊണ്ട് ചെയ്യായിരുന്നു അല്ലേ? ബിസ്ക്കറ്റും ഈ കശുവണ്ടി ബദാം അതെല്ലാം വണ്ടിയിലല്ലേ ഇരിക്കണേ? എല്ലാം ഇങ്ങോട്ട് എടുത്തില്ല, കാരണം വെള്ളത്തിൽ നനഞ്ഞു പോലും വിചാരിച്ചെടുക്കാത്തതാ. ഗ്ലാസ് അത്യാവശ്യമാട്ടോ, കാരണം തിരിച്ച് അങ്ങോട്ട് തുഴയുമ്പോൾ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ, അപ്പൊ പിന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരും. നിങ്ങളതൊരു ബുദ്ധിപരമായ തീരുമാനം എടുത്തു. കാരണം ഞാൻ വണ്ടിയിൽ വന്നപ്പോഴേ വണ്ടിക്കകത്ത് ഈ ഗ്ലാസ് നോർമൽ വെക്കാറ്, വണ്ടിയിൽ നല്ല വെയിൽ വന്നപ്പോൾ ഞാൻ എടുത്ത് തലയിൽ വെക്കും, അല്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും. മീൻ പിടിക്കാനായിട്ട് വലയിടുന്നുണ്ട്. ആ ചേട്ടൻ ട്യൂബിലാണോ പോണേ? എന്നാ കിടിലം വ്യൂ അല്ലേ? ജുറാസിക് പാർക്ക് സിനിമയെ കാണുന്ന പോലെയുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് ക്യാമറയിൽ കിട്ടില്ല, ആ ഒരു ഫീല് ക്യാമറയിൽ കിട്ടില്ല. അത് നേരിട്ട് വന്ന് ഇവിടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തൊട്ടടുത്തൊരു റിസോർട്ടൊക്കെ ഉണ്ട്. ത്രീ 360 എടുക്കാം. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ഒരു ഡയറക്ഷനിൽ മാത്രമേ വണ്ടി പോകുള്ളൂ. രണ്ട് വണ്ടി ഒരുമിച്ച് പോകാനുള്ള വീതിയില്ല അതിന്. അവിടെ ഒരു വള്ളം കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കയാക്കിന് ഇറങ്ങിയതിന് ശേഷം ഒരു 5-6 വള്ളത്തിന് മുകളിലായിട്ട് ഇപ്പോൾ കണ്ടു. കയാക്ക് പോലെ അത്ര എളുപ്പമല്ല വള്ളം തുഴയാനായിട്ട്, മറിഞ്ഞു വീഴാനുള്ള ചാൻസുകൾ ഒത്തിരിയുണ്ട്. പാലത്തിലുള്ള ക്രോസിങ് നമ്മുടെ സർക്കാരിൻ്റെ പാലമാണോ? അടിക്കടെ പോകാൻ പേടിക്കണം. ബ്രിട്ടീഷുകാരുടെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സൂര്യൻ ഇതുപോലെ തലയ്ക്ക് മുകളിൽ നിൽക്കും, അപ്പോൾ പണിയാണ്. അല്ലെങ്കിൽ വഴിയൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ വലിയ പാടായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചെത്താറായിക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഇവിടെ നോക്കിയാൽ കാണാം. അതിലിരുന്നിട്ട് ഇതിലിരിക്കുമ്പോഴേ മരപ്പലകയിലിരിക്കും. സമാധാനമുണ്ട്. മറ്റേത് ഡബിൾ എടുക്കുമ്പോഴത്തേക്കും ഇൻഫ്ലേറ്റബിളിലുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അതിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇരുന്ന് ചെയ്യാനായിട്ട്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി, എൻജോയ് ചെയ്തു. ഏകദേശം 5 കിലോമീറ്ററോളം ഞങ്ങൾ ട്രൈ ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം 5 കിലോമീറ്റർ ആയി. ആയിട്ട് വിശക്കുന്നത്, എല്ലാവർക്കും വിശക്കുന്നില്ലേ? അതെ അതെ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി കൂടെ നോക്കട്ടെ. നമ്മുടെ എനർജിയൊക്കെ തീർന്നു. അപ്പോൾ നെവിച്ചേട്ടൻ ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ കഴിച്ച് നമ്മൾ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ബാക്കി നമ്മുടെ സ്ഥിരം പരിപാടി നൂഡിൽസ്, മുട്ട പുഴുങ്ങിയത്, ചായ, കോഫി. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം തൊടുപുഴക്കാർക്ക് മാത്രം സ്വന്തം. നമ്മൾ സ്റ്റാൻഡപ്പ് പാഡ്ലിംഗ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും വളരെ എന്താ പറയുക, ഡീപ്പായിട്ട് നമുക്ക് ഒരു 2 മീറ്റർ 3 മീറ്റർ താഴെയുള്ള കല്ലുകൾ വരെ നമുക്ക് കാണാം. അത്രയും പെനട്രേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അത്രയും ക്ലിയർ ആണ് വെള്ളം. സ്റ്റാൻഡപ്പിൽ പോകുമ്പോൾ നമുക്കൊരു ഭീകരത മനസ്സിലാവുള്ളൂ, താഴ്ച. അതെ അതെ, ശരിയാണ്ടോ. കയാക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴെ കാണുന്നില്ല, കുറച്ച് ലോ ആയിട്ടിരിക്കുന്നു. അതെ അതെ, സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരെ താഴേക്ക് നോക്കുമ്പോൾ അത് സൂര്യപ്രകാശം കൂടി ഉള്ളതുകൊണ്ട് ശരിക്കും അടിയിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും. SUP-ൽ വെച്ചിട്ടുള്ള കാപ്പി കൂടി ഇത് ആദ്യമായിരിക്കും കേട്ടോ. കാരണം കട്ടൻ ചായ കുടിക്കല് ഞങ്ങൾ എറണാകുളത്ത് റിലീസ് ചെയ്തതാണ്. 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള സർവീസ്? എക്സ്ക്ലൂസീവ്ലി ഇൻ ഐ എം ബ്രിൻഡോ ചാനൽ. നമ്മുടെ നൂഡിൽസ് നല്ല തിളച്ചും മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി അത് ഓഫ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഇന്നത്തെ കയാക്കിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി അത് ഫോൾഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ ഫിന്ന് ആദ്യം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഫിന്നൊക്കെ നല്ല ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ജസ്റ്റ് അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക, ലോക്ക് ഊരുക, ബാക്കോട്ട് ചെയ്യുക.
പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ കെയർ അഴിച്ചു വിടാനായിട്ട് ഒരു മെയിൻ ചേമ്പറിൻ്റെ ഈ മെയിൻ അത് തുറന്നു വിടുക. അപ്പോൾ സീറ്റ് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ക്ലിപ്പൊന്ന് വലിച്ചു ഊരിയാൽ മതി. സീറ്റ് ഇത്രേ ഉള്ളൂ. സീറ്റിൻ്റെ അടിയിൽ വെൽക്രോ ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ 3 സീറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് സിംഗിളായിട്ട് സീറ്റ് വെക്കാം. 2 പേരുണ്ടെങ്കിൽ സീറ്റ് 2 അകത്തി വെക്കാം. അപ്പം എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇത് ഊരാനായിട്ട് ഇവിടെ ഒരു 6 വെൽക്രോ ഉണ്ട് ആ സൈഡിലെ. ഇത് പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ അകത്തുള്ള ട്യൂബൊക്കെ നമുക്ക് പഞ്ചറായി കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നതിൽ അതൊക്കെ റീപ്ലേസിങ് ഓപ്ഷൻ ഉള്ളതാണ്. അതൊക്കെ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അടിയിലൊരു ചേമ്പറുണ്ട്, പിന്നെ 2 വാൾ 2 സൈഡിലായിട്ട് 2 ചേമ്പറുണ്ട്. അതെല്ലാം നമുക്ക് റീപ്ലേസിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ബാക്കിലായിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതൊന്ന് തുറക്കുക. ഇനി ഫ്രണ്ടിൽ നിന്ന് പൊക്കണമായിരിക്കും അല്ലേ? വെള്ളം അകത്തില്ല, പോകാനായിട്ട് അകത്തില്ല. അപ്പോൾ വെള്ളം ഇൻ കേസ് കയറിയിട്ടുണ്ടെങ്കിൽ ബാക്കിലത്തെ ഒന്ന് തുറന്നാൽ മതി. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് പൊക്കി കഴിഞ്ഞാൽ വെള്ളം പുറകേക്കൂടെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാൻ പറ്റും. സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ചേമ്പറെല്ലാം മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുക. കാരണം നമ്മൾ ബാഗിൽ എടുത്ത് വെച്ചിട്ട് നമ്മളിത് വീക്കെൻഡ്സിൽ മാത്രമാണല്ലോ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഓറ് ഹോൾഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പുണ്ട്, അതിൽ ഓപ്പൺ ചെയ്യുക. അതിൽ തന്നെ ഒരു സ്റ്റാൻഡിങ് കൂടെ ഉണ്ട്. സ്റ്റാൻഡിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ ക്ലിപ്പും കൂടെ അതിൽ തരുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വെക്കുക, നമുക്കിത് ഇങ്ങനെ തൂക്കിയിടാം. ഇന്നത്തെ കയാക്കിംഗ് പരിപാടികൾ ഇവിടെ തീരുകയാണ്. നമ്മുടെ പുതിയ ഇൻഫ്ലേറ്റബിൾ കയാക്ക് അടിപൊളിയായിരുന്നു. എങ്ങനെയായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ്? അടിപൊളി, ഓസം എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങൾ ഇത്ര നാളും ചെയ്ത് റിജിഡായിട്ടുള്ളതായിരുന്നു, ഫൈബറിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻഫ്ലേറ്റബിൾ ആർക്കും അങ്ങനെ വലിയ അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മേടിച്ചു. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പൈസ പോലും അതിൽ നഷ്ടം വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കുക. പിന്നെ ഓറ് പമ്പെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. അതിൻ്റെ കൂടെ കയാക്ക് മാത്രമേ ഉള്ളൂ. 3 പേഴ്സൺ കയാക്കാണ്. 5 സ്റ്റാറിൽ 5 സ്റ്റാർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്. എൻ്റെ അകത്ത് ഇരിക്കാനുള്ള കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാം മൊത്തത്തിൽ വെൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ആ ലിങ്കിലൊന്ന് കയറി നോക്കുക. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ തീരുവാണ്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ സ്ഥലങ്ങളും പുതിയ പരിപാടികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഇപ്പോൾ രാവിലെ വന്നപ്പോൾ നമ്മുടെ സോളാർ പെർഫ്യൂം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കാരണം അത്ര സ്ട്രോങ് ആയിട്ട് രാവിലെ നമ്മൾ അതിരാവിലെ പോകുന്നതല്ല, വെയിലില്ലായിരുന്നു. അപ്പോൾ നല്ല വെയിൽ വന്നപ്പോഴത്തേക്കും പെർഫ്യൂം വർക്ക് ചെയ്യാൻ തുടങ്ങി.